വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിന് പരിഹാര ഫോർമുല തെളിയുമോ എന്നുള്ള വലിയ ചോദ്യം ഉയർത്തുകയാണ് വ്യാപാര ലോകം. ദക്ഷിണ കൊറിയയിൽ ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. അപൂർവ ഭൂമി ധാതുക്കൾ, AI ചിപ്പ്, സോയാബീൻ ഇറക്കുമതി എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ദക്ഷിണ കൊറിയയിലെ കസോളിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധം മെച്ചപ്പെട്ടാൽ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഒരു പരിധിവരെ നീങ്ങും. VR കാർത്തിക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. കസോളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും സ്വാധീനിക്കാവുന്ന ഒരു കരാർ അത് നടപ്പിലാകുമോ എന്ന് ഉറ്റുനോക്കുന്നു. വിവരങ്ങൾ. അശ്വതി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അമേരിക്കയും ചൈനയും തമ്മിലുള്ള അന്തിമ വ്യാപാര കരാർ ഇന്ന് സൗത്ത് കൊറിയയിൽ ഉരുത്തിരിയുമോ, അതിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നതും. ട്രംപിന്റെ ഏഷ്യൻ പര്യടനത്തിൽ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയതും ഈ ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയാണ്. ഏറെ നാളായി US-ഉം ചൈനയും തമ്മിലുള്ള ബന്ധം വ്യാപാര യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. പല നിർണായക പ്രഖ്യാപനങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ 150% വരെ താരിഫ് ഏർപ്പെടുത്തുമെന്നൊരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഘട്ടം ഘട്ടമായി ചൈനയും പല മേഖലകളിൽ ഇതിന് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. ഇത് ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. പല മേഖലകളിലും ഉള്ള കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും പ്രതിസന്ധികളുണ്ടായി. ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കണം എന്ന ഏകദേശ ധാരണ മലേഷ്യയിൽ US ചൈന ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ പ്രാഥമിക ചർച്ചയിൽ എത്തിയിരുന്നു. അതിൽ ഒരു അന്തിമ ധാരണയിലേക്ക് ഇന്ന് സൗത്ത് കൊറിയയിൽ നടക്കുന്ന ചർച്ചകളിൽ എത്തുമോ എന്നതാണ് ഏറ്റവും നിർണായകം. ഗിംഹെ എയർപോർട്ടിലെ എയർഫോഴ്സ് ബേസിലാണ് കൂടിക്കാഴ്ച. ഇരു രാജ്യത്തലവന്മാരും ഒപ്പം ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളും അടച്ചിട്ട മുറിയിലായിരുന്നു ഈ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ള പ്രതികരണങ്ങൾ ശുഭസൂചകമാണ്. കാരണം ട്രംപ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഷീ ജിൻപിങ്ങിനെ കാണുന്നത്. സ്വാഭാവികമായും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയെ ഒരുങ്ങിയപ്പോൾ ഇരുവരുടെയും ആദ്യ പ്രതികരണങ്ങൾ ഏറെ നിർണായകമാണ്. ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഇരുവരുടെയും പ്രതികരണങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏറെ നാളായി കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഇപ്പോൾ കണ്ടതെന്നും പല കാര്യങ്ങളിലും നേരത്തെ തന്നെ പ്രാഥമിക ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയിരുന്നു എന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. സമാനമായ പ്രതികരണമാണ് ഷീയും നടത്തിയത്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ വ്യാപാര കരാറിലെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല ചർച്ചകളും പുരോഗമിക്കുന്നു. ഏറെക്കുറെ പല കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി എന്നാണ് ഷീയുടെയും പ്രതികരണം. അത് വലിയ ആശ്വാസം നൽകുന്നതാണ് ലോകത്തിന്. സ്വാഭാവികമായും ഒരു വ്യാപാര കരാറിന് അന്തിമ രൂപം ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായി ഇതിൽ വായിച്ചെടുക്കേണ്ടത് കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് സോയാബീൻ കർഷകർ, അമേരിക്കയിലെ സോയാബീൻ കർഷകർ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നു. അതിലേറ്റവും കാരണം സോയാബീൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ചൈന വലിയൊരു ശതമാനം നിർത്തിവെച്ചു എന്നതാണ്. ഇത് അമേരിക്കയിൽ സോയാബീനിന് വലിയ വിലയിടിവുണ്ടാക്കി, അവിടുത്തെ കർഷകരെ പ്രതിസന്ധിയിലാക്കി. മാത്രമല്ല മറ്റ് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ചൈന തുടങ്ങി. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി അമേരിക്കയിലുണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഒരു ഘട്ടത്തിൽ നടന്നത്. ആ മലേഷ്യൻ ചർച്ചകളിൽ തന്നെ ഇതിന് ഒരു പരിധിവരെ പരിഹാരമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊന്ന്, അപൂർവ ഭൂമി ധാതുക്കളുടെ കാര്യത്തിലാണ്. യുദ്ധവിമാനങ്ങൾ മുതൽ സ്മാർട്ട് ഫോണുകൾ വരെ നിർമ്മിക്കാൻ ഇത് ഏറെ നിർണായകമാണ്. ലോകത്ത് തന്നെ അപൂർവ ഭൂമി ധാതുക്കളുടെ 80% ചൈനയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സ്വാഭാവികമായും ചൈന അമേരിക്കയിലേക്ക് ഇതിൻ്റെ കയറ്റുമതിയുടെ കാര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് ഒരു ഘട്ടത്തിൽ വളരെ രൂക്ഷമാക്കുകയും ചെയ്തു. ചൈനീസ് കപ്പലുകൾക്ക് മേൽ ചുമത്തിയ പുതിയ തുറമുഖ ഫീസ് അത് ഒഴിവാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും ഈ കാര്യങ്ങളിലൊക്കെ എന്ത് തീരുമാനത്തിൽ എത്തിച്ചേരും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്ക സെമി കണ്ടക്ടറുടെ കാര്യങ്ങളിലാണ് ചൈനയെ പ്രതിരോധത്തിലാക്കിയത്. സെമി കണ്ടക്ടറുകൾ ചൈനയ്ക്ക് നൽകുന്നതിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു, നിരോധനം കൊണ്ടുവന്നു. ഇത് ചൈനയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും വ്യാപാര യുദ്ധം അതിൻ്റെ രൂക്ഷതയിലേക്ക് കടന്നപ്പോൾ ഇരു രാജ്യങ്ങൾക്കും അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥതല ചർച്ച നടന്നിരുന്നു. ട്രംപിന്റെ ഏഷ്യൻ സന്ദർശനത്തിലും ഒരു നിർണായക ലക്ഷ്യം ഇത് തന്നെയായിരുന്നു, ചൈനയുമായി ഒരു മഞ്ഞുരുകലിന് ശ്രമിക്കുക. അത് ചൈനയും അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ന് സൗത്ത് കൊറിയയിലെ ബുസാനിൽ വ്യാപാര ഉച്ചകോടിക്കിടെ ഗിംഹെ എയർഫോഴ്സ് ബേസിൽ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US-ഉം ചൈനയും തമ്മിൽ വ്യാപാര കരാറിൽ ഒരു അന്തിമ ധാരണയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വലിയ തോതിൽ പോസിറ്റീവായ മാറ്റങ്ങൾക്കും അത് വഴിവെക്കുകയും ചെയ്യും. അശ്വതി, അതാണ് VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.